വൈപ്പിൻചെറായിൽ 600-ലേറെ കുടുംബങ്ങളുടെയും പ്രദേശത്തുള്ള വേളാങ്കണ്ണി മാതാ ക്രിസ്ത്യൻ പള്ളിയുടെയും മേൽ വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം അനുവദിച്ചു തരില്ലെന്ന് തീരദേശവാസികൾ. ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരദേശവാസികളുടെ തീരുമാനം. വഖഫ് ബില്ലിനെതിരെ എറണാകുളം എം.പി. ഹൈബീഡൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായും പ്രദേശവാസികൾ. വഖഫ് ബോർഡിന്റെ അധികാരത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരാനൊരുങ്ങുകയാണെന്നും എന്നാൽ എറണാകുളം എം.പി. ഹൈബീഡൻ ബില്ലിനെ എതിർത്ത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായും തീരദേശവാസികൾ പറഞ്ഞു. കേസുകൾ നടക്കുന്ന സമയത്ത് റിസീവർ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായി അവരളന്ന് തിട്ടപ്പെടുത്തിയ ഭൂമി 114 ഏക്കർ ഭൂമിയാണ്. ഫറൂഖ് കോളേജിന് കോടതിയും കണ്ടെത്തി 114 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ. ആ ഭൂമി തന്നെയാണ് 1980-കളിൽ സീവാളിട്ട് പെർമനന്റ് ആക്കുന്നത്. പിന്നെ എങ്ങനെയാണ് 404 ഏക്കർ എന്നും പറഞ്ഞ് ഇവര് എടുത്തിരിക്കുന്നത്? ഒരു കാരണവശാലും 114 ഏക്കർ ഭൂമിയും 60 ഏക്കർ വെള്ളവുമാണ് ഇവിടെ ഉള്ളത്. അതവര് ഇവിടെ ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് വിറ്റ് കാശും മേടിച്ച് അവിടെ TTC കോളേജ് ഉണ്ടാക്കി അവര് വളരെ ഭംഗിയായ രീതിയിൽ ഇന്നിപ്പോ ഓട്ടോണമസ് കോളേജായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫറൂഖ് കോളേജിൽ. ഇത്രയും വ്യക്തമായി കിടക്കുന്ന സമയത്ത് 404 ഏക്കർ ഭൂമി ഉണ്ടെന്നും പറഞ്ഞ് ഇവര് വന്ന് ബഹളം ഇവിടെയോ വന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയെ പിടിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന കുതന്ത്രങ്ങള് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വൈപ്പിൻചെറായിൽ 600-ലേറെ കുടുംബങ്ങളുടെയും പ്രദേശത്തുള്ള വേളാങ്കണ്ണി മാതാ ക്രിസ്ത്യൻ പള്ളിയുടെ മേലും വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഒരുങ്ങുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഈ ഒരു ബില്ലിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു. ഇതുമായിട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനെയും അതേപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള എംപിമാരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ MP ആയിട്ടുള്ള ഹൈബീഡനും ബാക്കിയുള്ള എംപിമാരും ഇതിനുവേണ്ടി നിലകൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ 600ഓളം കുടുംബങ്ങളുടെയും മുനമ്പംകരയിലുള്ള 600ഓളം കുടുംബങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾ കൂടുതലായും ഉൾപ്പെടുന്ന ചെറായി മുതൽ മുനമ്പം വരെയുള്ള വിവിധ പ്രദേശങ്ങളിലാണ് ഈ വിഷയം നിലനിൽക്കുന്നത്. 1989-90 കാലഘട്ടത്തിലാണ് പറഞ്ഞ പൈസ കൊടുത്ത് ഭൂമി വാങ്ങുന്നതെന്നും ആ സമയത്ത് വഖഫ് ബോർഡില്ലെന്നും 1995-ലാണ് ബോർഡ് വരുന്നതെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കൊടുക്കുമ്പോ ഇത് തിരിച്ചെടുക്കാനായിട്ടുള്ള അവകാശവും കൂടി അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ഇവിടെ ഇത് ഒന്ന് കണ്ടേരി. അതായത് ഈ ഫറൂഖ് കോളേജ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ ഈ ഭൂമി അവരുടെ പിന്തുടർച്ചക്കാർക്ക് തിരിച്ചെടുക്കാനുള്ള ക്ലോസ് എഴുതിയേക്കുന്നതിന്റെ പേരിൽ ഇനി ഒരു നിയമം ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വഖഫല്ല. 2019-ൽ ബോർഡ് തങ്ങളുടെ ഭൂമി എഴുതിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പ്രദേശത്തുള്ള ഒരാളോടും അഭിപ്രായം ചോദിച്ചില്ലെന്നും നോട്ടീസ് അയച്ചില്ലെന്നും ഇവർ ആരോപിച്ചു. തങ്ങളുടെ ഭൂമിയുടെ ആധാരം വെച്ച് ലോൺ എടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലെന്നും പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ലൈഫിൽ ഭവന നിർമ്മാണം ഉൾപ്പെടെ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കംപ്ലീറ്റ് മത്സ്യത്തൊഴിലാളിയായ ആൾക്കാരാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു ലോൺ എടുക്കാൻ പോലും ബുദ്ധിമുട്ടും അവരുടെ മക്കളെ കെട്ടിക്കാൻ പോലും ഒരു സൊസൈറ്റി പോയിട്ട് ഒരു പൈസ വെച്ച് എടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാഹചര്യത്തിൽ വഖഫിന്റെ പ്രശ്നം വന്നിട്ട് ഭയങ്കര ദുരിതത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.